ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് പനീർ ബട്ടർ മസാലയാണ്. ഞാൻ എൻ്റേതായ ഒരു രീതിക്കാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഋഷിക്കുട്ടനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവൻ്റെ സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തരുന്നുണ്ട്. ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി പുരട്ടി വെച്ച പനീറാണ് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ്, ജീരകം, പട്ട അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും തക്കാളിയും സവാളയും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് വഴച്ചെടുക്കുക. ഇത് ഞാൻ ഇങ്ങനെ അരിഞ്ഞാക്കണത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് തക്കാളിയും സവാളയും നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കണം. അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ മസാലയൊക്കെ ചേർന്ന് കറി നല്ലപോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും അരച്ച് ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അതിന് പകരം ഫ്രഷ് ക്രീമാണ് ഇട്ടാക്കണത്. ഇപ്പം തന്നെ കറിക്കൊക്കെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക്